നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വെള്ളി നക്ഷത്രങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. മലയാള സിനിമയിലെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ച എല്ലാ സിനിമകൾക്കും സിനിമാക്കാർക്കും വെള്ളി നക്ഷത്രങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇത്തവണത്തെ സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് ആദ്യമായി തോന്നി സംസ്ഥാന പുരസ്കാരങ്ങൾ ജനകീയമായി എന്ന്. കാരണം അംഗീകാരത്തിൻ്റെ പൊൻതിളക്കത്തിൽ നമ്മുടെ ഗംഗയുണ്ടായിരുന്നു, ബാലേട്ടനുണ്ടായിരുന്നു. ബാലേട്ടനിലൂടെ നമുക്കറിയുന്ന മണികണ്ഠന് ഈ കാലം ഇരട്ടി സന്തോഷത്തിൻ്റേതാണ്. സംസ്ഥാന പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ തന്നെ മണികണ്ഠൻ നായകനായ മുരുകൻ എന്ന കഥാപാത്രമായി ജീവിക്കുന്ന അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന സിനിമ നമുക്ക് മുന്നിലുണ്ട് തിയേറ്ററുകളിൽ. ഈ വിശേഷങ്ങളും സന്തോഷങ്ങളുമായി ഇന്ന് മണികണ്ഠനാണ് നമുക്കൊപ്പം വെള്ളി നക്ഷത്രങ്ങളിൽ. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരായിരം നന്ദി പറയുന്നില്ല. നന്ദിയോടെ ജീവിച്ചിരിപ്പുണ്ട് അയാൾ. അത് ഇയാളാണ് അയാൾ. എന്തായാലും ഒരുപാട് ഞങ്ങൾക്കും ഇപ്പം നമ്മൾ വെറുതെ ഔപചാരികത അങ്ങനെയൊന്നും പറയുകയല്ല. മണിയുടെ അവാർഡ് ഡിക്ലെയർ ചെയ്ത് ഇത്ര ദിവസമായിട്ടേ ഉള്ളൂ. മണിയുടെ സിനിമ നമ്മുടെ കൂടെ ഇപ്പോൾ തിയേറ്ററിൽ 2 ദിവസം മുമ്പാണ് റിലീസായത്. ഈ സമയത്ത് മണി ഇവിടെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം മണി ബാലേട്ടനായി ഞങ്ങളെ ഞെട്ടിച്ചു. അപ്പം ചില സ്വകാര്യ ചാനലുകളിലെ അവാർഡുകളിലൊക്കെ നിങ്ങളെ മറന്നുപോയി എന്നുള്ളത് ഞങ്ങൾ പ്രേക്ഷകരുടെ ഒരു വേദനയായിരുന്നു. പക്ഷേ അപ്പോൾ അവിടുത്തെയൊക്കെ മാനദണ്ഡങ്ങൾ മറ്റെന്തോ ആയതുകൊണ്ടായിരിക്കാം, അതിലേക്കൊന്നും നമുക്ക് വരേണ്ട കാര്യമില്ല. സംസ്ഥാന സർക്കാർ പക്ഷേ പ്രേക്ഷകരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, അധികം വിവാദങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തവണത്തെ പുരസ്കാരം. അതിൻ്റെ പേരിൽ ആരും തമ്മിൽ ബഹളങ്ങളോ സങ്കടങ്ങളോ ഒന്നും കണ്ടുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മണിയുടെ അയാൾ ജീവിച്ചിരിപ്പുണ്ട്, മണിയുടെ മുരുകൻ ഇത് വന്നു. അപ്പം നമുക്ക് അങ്ങനെ സംസാരിച്ച് തുടങ്ങാം. തീർച്ചയായിട്ടും ഈ അവാർഡ് ഇപ്പോൾ എന്താ പറയുക, ചാനലുകളുടെ കാര്യമാണല്ലോ. അത് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഇതുണ്ടാവും, അത് അങ്ങനെ ചെയ്തു. പക്ഷെ അവർ പോലും ആഗ്രഹിച്ചത്, അവർ തന്നിട്ടില്ലെങ്കിലും അവർ ആഗ്രഹിച്ചതാണ് സംസ്ഥാന അവാർഡ്. അവരും സന്തോഷിക്കുന്നു. നമുക്ക് തരാൻ കഴിഞ്ഞില്ല എന്ന് അവർ വേദനിക്കുന്നുണ്ടാവാം, ചില കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല. എന്നാലും അവരും ഇപ്പോൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയയും, ഞാൻ നടൻ എന്നുള്ള രീതിയിലും ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് മീഡിയാസിനാണ്. ഒരു മണികണ്ഠനെ ലോക മലയാളികളുടെ മുമ്പിലെത്തിച്ചത് മണികണ്ഠൻ. ബാലൻ ചേട്ടനെ എല്ലാവർക്കും അറിയാം. മണികണ്ഠനെ ആരാണ്, മണികണ്ഠൻ എങ്ങനെ വന്നു? പലരും തെറ്റിദ്ധാരണ മണികണ്ഠൻ ചമ്പക്കര മാർക്കറ്റിലെ ഒരു ഗുണ്ടയാണ് എന്നായിരുന്നു. മണികണ്ഠൻ്റെ ജീവിതം അങ്ങനെ തന്നെ രാജീവ് രവി പകർത്തിയതാണ് എന്നൊക്കെയായിരുന്നു. ഇതൊക്കെ പൊളിച്ചു മാറ്റി അങ്ങനെയല്ല, ഇയാൾ ചെറുപ്പം മുതലേ കലയ്ക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരാളായിരുന്നു. ഇയാൾ ചെന്നൈയിലായിരുന്നു, അവിടെയായിരുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെയും വീടിൻ്റെ ടേബിളിൽ TV-യിൽ എത്തിച്ച് എന്നെ ഞാനെന്താണെന്ന് അറിയിച്ച കേരളത്തിലെ എല്ലാ എഴുത്തുകാരും അല്ലെങ്കിൽ മീഡിയകൾ, എല്ലാ ക്യാമറയ്ക്കും, എല്ലാ ചാനലിൻ്റെ ക്യാമറയ്ക്കും എൻ്റെ വലിയ നന്ദി, സ്നേഹം. പിന്നെ ഇതിൻ്റെ ഒരു അവാർഡിൻ്റെ ഒരു തിളക്കം, അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ പടം, 2ാമത്തെ പടം ഇറങ്ങുക, അതും ഒരു ഭാഗ്യമാണ്. ഏറ്റവും വലുത് ബാലൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ മേളിൽ ആ ജനം ഇനി കുറച്ച് നാളത്തേക്ക് ചിന്തിക്കില്ല. നമ്മൾ എന്ത് ചെയ്ത തലകുത്തി നിന്നാലും അവർ ബാലൻ ചേട്ടാന്ന് വിളിക്കുള്ളൂ. അപ്പം അതിനെ കവർ ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയുക, ബാലൻ ചേട്ടനെ ഒരിക്കലും എനിക്കും മറക്കാൻ കഴിയില്ല. എൻ്റെ ലൈഫ് മാറ്റി തന്ന ഒരു കഥാപാത്രമാണ് ബാലൻ ചേട്ടൻ. ഞാൻ ആകെ പേടിച്ച് വിറച്ചൊക്കെ ഇരിക്കുന്ന സമയമാണ് 2ാമത്തെ പടം. അതൊരു വലിയ കടമ്പയാണ്, ഒരു ആക്ടറെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞ ഭാഗ്യമാണ്. അതായത് വ്യത്യസ്തമായിട്ട് ബാലൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ക്യാരക്ടർ എന്നെ തേടി വന്നതാണ്. എല്ലാം കൊണ്ടും ഭാഗ്യവാനായത് ഞാൻ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ള മനുഷ്യനായി തീർന്നു. കാരണം മുരുകൻ എന്ന് പറയുന്ന ക്യാരക്ടർ പച്ചയായ ഒരു മനുഷ്യൻ, ബാലൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഒരു പച്ചയായ ഒരു മനുഷ്യൻ. എന്നാൽ ബാലൻ്റെ ഒരു സ്വഭാവവും ഇല്ലാത്ത വേറെ ഒരു സ്വഭാവം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ബാലനെ ഇഷ്ടപ്പെടും, ഈ മുരുകനെ ഇഷ്ടപ്പെടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് സിനിമ കമ്മട്ടിപ്പടം കഴിഞ്ഞിട്ട് അടുത്ത പടം എന്തായാലും ഒരു സീനിയർ
ഡയറക്ടറുടെ അടുത്ത് പോയി ആരുടെ അടുത്തെങ്കിലും പോയി ചാൻസ് ചോദിച്ച് നല്ല രീതിയിൽ നല്ല അവിടെ ഇവിടെ വന്നാൽ പോലും എന്താ പറയുക സേഫായിരിക്കണം, പൊളിഞ്ഞു പോകരുത്. ഒറ്റയ്ക്ക് നായകനൊക്കെ ആയിട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആകെ താറുമാറാവും. അപ്പം അങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പ്രജിത്ത്, മിഥുൻ എന്ന് പറഞ്ഞ 2 സിനിമയിൽ വരാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന സംവിധായകരാവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന 2 പേരുണ്ട്. അവർ ചെറുപ്പം പോലെ എനിക്കറിയാം. അപ്പോൾ അവരൊന്ന് പറഞ്ഞു, ചേട്ടാ വ്യാസൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, വ്യാസൻ ഇടവനക്കാട്. ചേട്ടൻ അല്ലെങ്കിൽ സിനിമയുടെ പിന്നണിയിലുള്ളവരെയൊന്നും കൃത്യമായിട്ട് ചേട്ടൻ അറിയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷെ അങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹം ചേട്ടനോടൊരു കഥ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പുള്ളി എന്താ ചെയ്തത്, ഇതിനു മുമ്പ് ഏത് പടം ചെയ്തതെന്ന് വെച്ചു. ചേട്ടാ ആദ്യമായിട്ടാണ് ചെയ്യണത്, സംവിധാനം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതാ വേണ്ട, ശരിയാവില്ല, എനിക്ക് വിശ്വാസമില്ല. കാരണം ഞാനൊരു ഡയറക്ടറിൻ്റെ ആക്ടറാണ്. 100% കഥ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പം ഒരാൾക്ക് അഭിനയിക്കാൻ അവസരം കൊടുക്കുമ്പോൾ ഓഡിഷൻ ചെയ്താണല്ലോ. അപ്പോൾ അതേപോലെ നമുക്കും ആ ഡയറക്ടർ എന്താണെന്ന് അറിഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുൻ പടങ്ങൾ കണ്ടിട്ട് പിന്നെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡൗട്ടില്ല. 100% ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അയ്യോ അതെന്നെ കൊണ്ട് പറയാൻ പറ്റില്ല, ഈ ഡയലോഗ് പറഞ്ഞാൽ എൻ്റെ ഇമേജ് പോകും, ആ ഡയലോഗ് പറഞ്ഞാൽ അത് ശരിയാവില്ല, ഞാൻ സിഗരറ്റ് വലിക്കില്ല, കള്ളു കുടിക്കില്ല എന്നൊന്നും അങ്ങനത്തെ ഒരു ഇതുമില്ല എന്നോട്. ഇനിയിപ്പോൾ എൻ്റെ രാഷ്ട്രീയമല്ലാത്ത രാഷ്ട്രീയം പറയാൻ പറഞ്ഞാലും ഞാൻ നടനാണ്, തീർച്ചയായിട്ടും. അല്ലാതെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ വ്യക്തിയാവേണ്ട കാര്യമില്ല, ഞാൻ നടനാണ്. എന്നോടിപ്പോൾ ഒരു എന്താ പറയുക, എൻ്റെ രാഷ്ട്രീയത്തിന് ഓപ്പോസിറ്റുള്ള രാഷ്ട്രീയക്കാരനായി ആ രാഷ്ട്രീയത്തിനെ പൊക്കി പറയാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കണം, തീർച്ചയായിട്ടും. അത് ഞാനല്ല, ആ പറയുന്ന കഥാപാത്രമാണ്. അത് അങ്ങനെ തന്നെ ജനം സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ വ്യാസൻ ചേട്ടൻ്റെ അടുത്ത് ഇവർ എന്നെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കഥ കേൾക്കാം, കഥ കേട്ടാലും ഞാൻ ഒഴിയും, എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞു. ചേട്ടാ കഥ കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി, ചേട്ടൻ പുള്ളിയെടുത്ത് പോയിട്ട് ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട് പോകാമെന്നൊന്നും പറയാൻ പാടില്ല. കാരണം 10-30 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഞാൻ പറയും ഞാൻ പൊട്ടറാ. ചിലപ്പോൾ ഞാൻ പറയും ചേട്ടൻ ഒരു ഷോർട്ട് ഫിലിം ഞാനങ്ങനെ എന്താ പറയുക സത്യസന്ധമായിട്ട് അങ്ങോട്ട് തട്ടും. അതിൻ്റെ പുറകിൽ വരാൻ പോകുന്ന പണികളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. വന്നാൽ വരട്ടെ, അതായത് എന്താ എൻ്റെ മനസ്സിൽ തോന്നണേ അതെൻ്റെ നാക്കിൽ വരും, അല്ലെങ്കിൽ കണ്ണിൽ വരും. അപ്പോൾ അവർ പറഞ്ഞ് ചേട്ടാ അതങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കഥ കേൾക്കാൻ പോയിരുന്നു. ആ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ തരുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വായിച്ച് കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ വ്യാസൻ ചേട്ടൻ തന്നെ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ട് നീ വായിച്ചോ എന്ന് പറയുകയാണെങ്കിൽ പോലും ഞാൻ ഈ സിനിമ ചെയ്യില്ലായിരുന്നു. കാരണം വ്യാസൻ ചേട്ടൻ കഥ പറയണ കേട്ടിട്ട് എനിക്ക് കൈയും കാലൊക്കെ വിറച്ച് ഒരു നമ്മളെ ഫസ്റ്റ് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അതേപോലെ. കാരണം എൻ്റെ ലൈഫായിട്ട് നല്ല ബന്ധം തോന്നി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ മനസ്സിൽ തോന്നണം അത് പറയുന്ന ആ ഒരു സത്യസന്ധതയുള്ളൊരു മുരുകൻ. അപ്പോൾ അത് പുള്ളി അത് വായിച്ചല്ല പറയണേ, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടാണ് പറയുന്നത്, അത്രയും മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഒരു സബ്ജക്റ്റ് കാണാപ്പാടം ഇങ്ങനെ പറയണമെങ്കിൽ എത്ര വർഷമായിട്ട് ഇത് ഹൃദയത്തിലുണ്ട്. അദ്ദേഹത്തിന് ഓരോ സീക്വൻസിനെ കുറിച്ചും കൃത്യമായിട്ട് അറിയാം. ഒരാൾ കഥ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് കണ്ണിൽ വരണമെങ്കിൽ, കണ്ണിൽ കാണാൻ കഴിയണമെങ്കിൽ ആ പറയുന്ന ആളുടെ ഹൃദയത്തിൽ അത്രയും ടച്ചിങ് ആയിട്ടുണ്ടാവും. അദ്ദേഹം കണ്ടിട്ടുള്ള, അദ്ദേഹം കേട്ടിട്ടുള്ള, അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കഥയാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ ഒരു സ്നേഹം, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഞാനും ഇദ്ദേഹം ഒന്നാണ്. കെമിസ്ട്രി എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കാം. അതിൽ വേറെ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട്, എൻ്റെ നായിക ആരാ, അല്ലെങ്കിൽ ആരാണ് ക്യാമറ ചെയ്യണത്, ഇത്തരം പരിപാടികൾ എനിക്കറിയില്ല, എനിക്ക് അറിയേണ്ട ആവശ്യവും ഇല്ല. ഞാൻ നടന്നുള്ള രീതിയിൽ എന്നെ ഭരിക്കുന്നത് സംവിധായകനാണ്. അദ്ദേഹത്തിന് എന്ത് കഴിവുണ്ട്, അദ്ദേഹം ഈ സബ്ജക്റ്റിന് എത്രമാത്രം പഠനം നടത്തിയിട്ടുണ്ട്, എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്, അതാണ് ഒരു സിനിമ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം. പിന്നീട് മുരുകനിലേക്ക് വന്നപ്പോഴും ആ ഒരു
ഇതെങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? കാരണം വല്ലാത്തൊരു ക്യാരക്ടറാണ് മുരുകൻ. ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഇപ്പൊ ബാലൻ ചേട്ടനായി അതിനൊരു അംഗീകാരം കിട്ടി. എന്തുകൊണ്ടാണ് അത് ഭാഗ്യം എന്ന് പറഞ്ഞെന്ന് വെച്ചാല് ഇപ്പൊ അത് കഴിഞ്ഞ് ഉടനെ ഇറങ്ങുന്ന ഒരു സിനിമ, ഉടനെ തന്നെ ഒരു സിനിമ ഉണ്ടാവുക. നിങ്ങൾ ബാലൻ ചേട്ടനായി കണ്ട മണികണ്ഠന്റെ വേറൊരു രൂപം ഇതാ കണ്ടു. പക്ഷെ അത് വീണ്ടും ഒരു ബാലൻ ചേട്ടന്റെ ആവർത്തനോ അതിന്റെ ഒരു നിഴലോ വന്നു പോയിരുന്നെങ്കിൽ പോലും അവിടെ അപ്പൊ പറയാം ഇയാൾക്ക് ഇത് തന്നെ പറ്റുള്ളൂ. പക്ഷെ അത് അവിടെയും ഈശ്വരന്റെ ഒരു ഇതുപോലെ വളരെ വ്യത്യസ്തമായി എന്ന് പറഞ്ഞാൽ രണ്ട് തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ല, രണ്ടും സാധാരണക്കാരാണ്. രണ്ടുപേർക്കും ഈ ബാലൻ ചേട്ടനും മനസ്സിന്റെ ഒരു നന്മയുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് വല്ലാത്തൊരു കുട്ടിത്തമുള്ള ഒരു ക്യാരക്ടർ. മുരുകനെ നമ്മളങ്ങ് സ്നേഹിച്ചു പോകും. ഞാൻ ആദ്യം ചേച്ചിയെടുത്ത് സംസാരിച്ച പേടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കുമ്പോൾ ഒന്ന് ബാലൻ കയറരുത്, ബാലൻ്റെ ഒരു നോട്ടം വരരുത്, ബാലൻ്റെ ഒരു ചിന്തകൾ വരരുത്, കരയുമ്പോൾ ബാലനാവരുത്, പിന്നെ ചിരിക്കുമ്പോൾ ബാലനാവരുത്, ഇങ്ങനെ കുറേ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഇത് ഓവറായും പോവരുത്. ഇത് ഇന്നസെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക സ്ത്രീത്വം കയറാൻ സാധ്യതയുള്ളൊരു ക്യാരക്ടറാണ്. ഈ സത്യസന്ധന്മാർക്ക് ഒരു സ്ത്രീത്വം ഉണ്ട്, ഒരു ഉണ്ട്. അവർ വേറെ ഡാൻസ് പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ അതുകൊണ്ടല്ല, അവർ അത്രയും സത്യസന്ധമായിട്ട്, അതാണ് സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ. സ്ത്രീകളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെ ആണുങ്ങൾക്ക് ഇച്ചിരി കുറവാണ്. അപ്പോൾ അങ്ങനെ സത്യസന്ധരായിട്ടുള്ള ആണുങ്ങളിൽ ഒരു ചെറിയ പെണ്ണുണ്ട്. അപ്പോൾ ആ പെണ്ണ് വരരുത്, അത് നോക്കണം. പിന്നെ പൊട്ടനായി പോവും, ഭയങ്കര മന്ദബുദ്ധി, ഇത് കോമാളി എന്നുള്ളൊരു സാധനം വരരുത്. ഇതിൻ്റെ ഇടയിൽ വളരെ സൂക്ഷിച്ച് ചെയ്തു പോകണം. അത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. അത് വ്യാസൻ ചേട്ടനും ബാക്കി അസിസ്റ്റൻസ് എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചിട്ട് എവിടെയെങ്കിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. എഡിറ്റർ എന്ന് പറയുന്ന ഒരാളാണ് സിനിമയുടെ തലയിലെടുത്ത് എഴുതുന്ന ആള്, സംവിധായകരും എഡിറ്ററും. അപ്പോൾ ഇവർ നോക്കിയിട്ട് ആ ഓവറായ പ്രശ്നം കാണുന്നത് മണികണ്ഠൻ്റെ നല്ല പെർഫോമൻസാണ്. മണികണ്ഠൻ എത്രത്തോളം നല്ല ആക്ടറാണെന്ന് തീരുമാനിക്കുന്നത് അല്ലെ പറയുന്നത് എഡിറ്ററും ഡയറക്ടറുമാണ്. കാരണം നമ്മളുടെ പല വെള്ളികളും ഇവർ കട്ട് ചെയ്തിട്ട് നല്ല സീനാണ് കാണിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ആക്ടറല്ല ആരും, എല്ലാവർക്കും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഈ മിസ്റ്റേക്കുകളെ മാറ്റി നല്ലത് ഇത് ജനം സ്വീകരിക്കും എന്ന് തീരുമാനിക്കുന്ന തല എഡിറ്ററുടെയും സംവിധായകൻ്റെയും. അങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് സംവിധായകൻ്റെയും അസിസ്റ്റൻസിൻ്റെ ഒക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിശ്വസിക്കാനും എനിക്ക് എൻജോയ് ചെയ്യാനും കഴിയുന്നുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഞാൻ വിശ്വസിക്കാതെ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്നവനും വിശ്വസിക്കില്ല. ഞാൻ ഉറപ്പ് പറയണം, ഞാൻ മണികണ്ഠനാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുമ്പോൾ ഇത് മണികണ്ഠനാണ്, ഞാൻ മണികണ്ഠനാണ് എന്ന് പറയുമ്പോൾ മണികണ്ഠനാണോ അതാണ്. അപ്പോൾ ആ ഉറപ്പ് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ ഉണ്ടാവുക. അത് ഈ പറഞ്ഞ ഈ ഒരു ഉറപ്പുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പൊ ഞങ്ങൾക്ക് ബാലേട്ടനെ കണ്ടപ്പോഴാണെങ്കിലും മുരുകനെ കണ്ടപ്പോഴാണെങ്കിലും സത്യത്തിൽ മണികണ്ഠനെ മറന്നുപോയത്. ഇറങ്ങിയിട്ടാണോ മണികണ്ഠനാണല്ലോ ഇത് ചെയ്തത്? അല്ല, ശരിക്കും ഇത് ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല. മുരുകൻ എന്ന് പറയുന്ന കഥാപാത്രം അതിൽ ഓരോ സന്ദർഭങ്ങളും വളരെ രസകരമാണ്. എന്നാലും അതിൽ മണിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് ഇപ്പം ഞാനാണല്ലോ അഭിനയിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ ഏതായിരിക്കും അത്? എല്ലാവർക്കും പേടി, ഞങ്ങളുടെ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു സ്ത്രീകൾ കയറുമെന്ന് പേടിക്കുന്ന, അതായത് ചെറിയൊരു സീൻ. അതൊരു സാധാരണക്കാരൻ്റെ മനസ്സിലെ ആഗ്രഹമാണത്. ഈ പറയുന്ന എനിക്ക് അല്ല, അങ്ങനെയല്ല, എല്ലാവർക്കും അത് പുറത്തു പറയാതെ അങ്ങനെ അവനൊന്ന് ആനന്ദിക്കണം എന്നൊക്കെ ഉള്ള എല്ലാ ആണുങ്ങളും ഇനിയിപ്പോൾ ആരും പറഞ്ഞാലും അത് സത്യമായിട്ടുള്ള തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ സത്യമായിട്ടുള്ളൊരു കാര്യമാണത്. അവൻ്റെ ആ സമയത്തുള്ള നാണവും അത് ചെയ്തപ്പോൾ ആ ചെയ്തത് ഞാൻ ആസ്വദിച്ചാണ് ചെയ്തത്. അത് കണ്ടപ്പോഴും എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. ജനവും ചിരിക്കുന്നുണ്ടായിരുന്നു. അവരത് വൃത്തികേടായിട്ടല്ല എടുത്തത്. അതേസമയം ആ സീക്വൻസ് വേറൊരു ക്യാരക്ടറാണ് ചെയ്യണമെങ്കിൽ ആ സിനിമയെ തകർക്കാൻ വേറെ ഒന്നും വേണ്ട. കാരണം അത് വൃത്തികെട്ട സിനിമയെന്ന് പറഞ്ഞ് ഒരാളും കയറില്ലായിരുന്നു. പക്ഷെ ഇത് സ്ത്രീകൾ വരെ അംഗീകരിച്ചു. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇരുന്ന ഒരു വരെ ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ ശരിയാണ്, ആണുങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. 10-30 വർഷമായിട്ട്
35 വയസ്സിന് മേലെ ഉണ്ട് മുരുകന്. അപ്പം അവൻ കുടുംബത്തിന് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് 3 പെങ്ങന്മാരെ കെട്ടിച്ച് വിട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഗോവയിൽ പോയി എല്ലാ സുഖങ്ങളും അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു സാധാരണക്കാരനും ഒരു ആണും ഇല്ല എന്നാണ് എൻ്റെ ഇത്. ഞാൻ പക്ഷെ ആഘോഷിച്ചിട്ടൊന്നുമില്ല അങ്ങനെ. ഇല്ല, നമ്മൾ ഓപ്പണായിട്ട് പറയുമ്പോഴേ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എടുത്തു പറഞ്ഞോണ്ടാ ഇപ്പൊ സംശയം. ഇല്ല സത്യമായിട്ടില്ല ചേച്ചി, വിശ്വസിച്ചു. മണി പറയണോണ്ട് വിശ്വസിച്ചു. ഇപ്പോ ഇത്തരം കഥാപാത്രങ്ങളാണെങ്കിലും ഇനി എത്രയോ കഥാപാത്രങ്ങൾ ചെയ്യാനിരിക്കുന്നു. പക്ഷെ മുരുകനിൽ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? മുരുകനിൽ എനിക്ക് തോന്നും മണിക്ക് ആസ് എ പെർഫോമർ തുടക്ക സമയം കൂടിയാണ്, ഒരുപാട് കഥാപാത്രങ്ങൾ കൂടെ കയറി ഇറങ്ങുന്ന പോലത്തെ ഒരു വേരിയേഷൻ കിട്ടിയിട്ടുണ്ട്. പല തലത്തിൽ കൂടെ മുരുകൻ അവൻ്റെ ചെറുപ്പം പറയുമ്പോൾ അവനിലേക്ക് വരുന്ന ഒരു കുട്ടിയുണ്ട്. ചില സമയം ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ പറയുന്ന ഈ സസ്പെൻസിൽ വരുന്ന അവനിലെ ഒരു എന്താ പറയുക, ഒരു കൗമാരക്കാരൻ്റെ ഒരു കൗതുകമാണ് അത് അവനിൽ ബാക്കി കിടക്കുന്നത്, അവന് സാധിക്കാത്ത കാര്യങ്ങൾ. ഇങ്ങനെ പിന്നെ അവൻ കടലിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഇപ്പോൾ ആ ജോൺ മാത്യു മാത്തൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അയാളിലേക്ക് ജീവിതം തിരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് മുരുകൻ. നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഇത്രയും ഒരു ആശ്വാസം ഇല്ല. അപ്പോൾ ഇയാൾ പറയുമല്ലോ, ഞാനൊരു പുതിയൊരു ഇതിലേക്ക് വന്നൊരു ഫീലിംഗ്. അപ്പോൾ ഇവനിലൊരു വല്ലാത്തൊരു ഊർജ്ജം, അവനിലെ ഒരു വല്ലാത്തൊരു തൻ്റെടിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു സമയത്ത് ഒരു ക്രൂഷ്യൽ സമയത്ത് ഒരു രക്ഷകനായി വരുന്നുണ്ട് മുരുകൻ. ഇങ്ങനെ പല തലങ്ങളിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജേണിയിൽ മണിക്ക് ഒരു പക്ഷേ ഇപ്പോൾ ബാലേട്ടനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഹെൽപ്ഫുൾ ആയിരിക്കുക ഒരു പക്ഷേ ഈ സ്റ്റേജിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, അതോ എന്താ പറയുക മണി എന്ന് പറയുന്ന ആൾ വളർന്നു വന്ന സാഹചര്യങ്ങളാണോ, എന്തായിരിക്കും? അത് സ്റ്റേജ് തന്നെയാണ്, നാടകം തന്നെയാണ്. അതായത് നാടകത്തിൽ ഒരു മാസമോ അല്ലെങ്കിൽ നീണ്ട ദിവസങ്ങൾ റിഹേഴ്സൽ ചെയ്ത് നമ്മൾ പതുക്കെ ഈ ക്യാരക്ടറായിട്ട് ട്രാവൽ ചെയ്ത് അഭിനയിക്കുന്ന സമയത്ത് നമ്മളെ മറന്ന്, നമ്മളുടെ വേദനകൾ മറന്ന്, അല്ലെങ്കിൽ നമ്മളുടെ ബാക്കി ഉത്തരവാദിത്തങ്ങൾ എല്ലാം മറന്ന് ആ കഥാപാത്രമായിട്ട് ജീവിക്കാതെ നാടകം ചെയ്യാൻ പറ്റില്ല. നാടകത്തിൽ ഒട്ടും പറ്റില്ല, സിനിമയിൽ പിന്നെയും സാധിക്കും. ആ ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ, ആ പ്രാക്ടീസ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് സിനിമയ്ക്ക് വേണ്ടി അത് കുറേ റിഹേഴ്സൽ എടുക്കണ്ട, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ചാടാനുള്ള, അതായത് ഈ കൂടുമാറ്റമൊന്നും നടക്കില്ല, അതൊക്കെ വെറുതെ പറയണം. നമ്മളായിട്ട് തന്നെ അത് അത്രേ ഉള്ളൂ. പക്ഷെ മുരുകൻ പറയുമ്പോൾ ഞാൻ മുരുകനാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോഴേ നമുക്ക് മറ്റൊരാളിലേക്ക്, അതെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ കരയുമ്പോൾ കണ്ണീന്ന് ഞാൻ ഗ്ലിസറിൻ, അത് വലിയ ക്രെഡിറ്റ് അല്ല അത്. അങ്ങനെ എപ്പോൾ ആരും ഗ്ലിസറിന് വലിയ മാർക്കറ്റില്ലാണ്ട് ഗ്ലിസറിൻ മെഡിക്കൽ ഷോപ്പിലെ ഗ്ലിസറിൻ നിർത്തിക്കൊണ്ടിരിക്കുക. കാരണം അവർക്ക് ഉൾക്കൊണ്ട് അതിലേക്ക് പോയി ആ ഡയലോഗ് പറയുമ്പോൾ പറയുന്നുണ്ട്, എന്തിനാണ് സാറേ എന്നെ ഇങ്ങനെ സ്നേഹിക്കണത്, ഒന്ന് സാറേ എന്നെ ഇങ്ങനെ ആരും സ്നേഹിച്ചല്ല സാറേ എന്ന് പറയുമ്പോൾ കണ്ണ് നനയ്ക്കാൻ പ്രത്യേകിച്ച് ഗ്ലിസറിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അത് അയാളാണ് പറയണത്, മുരുകനാണ് പറയണത്. അങ്ങനെ ഉൾക്കൊള്ളാൻ ഇന്നത്തെ പുതിയ ആക്ടേഴ്സിന് അല്ലെങ്കിൽ പഴയ ആക്ടേഴ്സും നമുക്ക് മുന്നിലുള്ളവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ലാലേട്ടനായാലും മമ്മൂക്കയായാലും എല്ലാ സീനിയേഴ്സും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ആക്ടിങ് പാറ്റേൺ ഉണ്ട്. അതിലേക്ക് വീഴുക എന്നുള്ള അമരത്തിൽ ഈ കരച്ചിലിൽ ഞാൻ കൂടുതലും അങ്ങനെ കോപ്പി അടിക്കല്ല, എന്നെ ഭയങ്കരമായിട്ട് കരയിച്ചിട്ടുള്ള അമരത്തിൽ കണ്ടാ വിളിക്കണണ്ട സമാധാനിപ്പിക്കാനാണ് എന്ന് പറയുന്ന സാധനം. അതൊക്കെയാണ് നമ്മളുടെ ആശാന്മാർ. ഇപ്പോൾ എല്ലാ നടന്മാരും, അപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ കൊണ്ട് മറ്റുള്ളവർ ഇതല്ല, അങ്ങനെ ഇപ്പോൾ അത് മാത്രമായിട്ട് ഈ ഇൻ്റർവ്യൂ കൊണ്ടുപോകാൻ പറ്റില്ല അത്ര. അപ്പോൾ എന്താ പറഞ്ഞ, അങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നാടകത്തിൽ നിന്നും വന്നതുകൊണ്ട് തന്നെയാണ്. ഉൾക്കൊള്ളാതെ നാടകത്തിൽ നിൽക്കാൻ പറ്റില്ല. അത് ഒരു പ്രാക്ടീസായിപ്പോയി. നമ്മൾ ഡെയിലി പുഷപ്പ് അടിക്കുന്നത് പോലെ പിന്നെ നമുക്ക് പുഷപ്പ് എങ്ങനെ വേണമെങ്കിലും അടിക്കാം. 2 കൈക്ക് ആദ്യം പഠിച്ച് പിന്നെ ഇങ്ങനെ 2 വിരലിൽ ചെയ്യാം. നിത്യാഭ്യാസി ആനയും എടുക്കുമെന്ന് പറയുന്നത് പോലെ ഈ നാടകം, തെരുവ് നാടകമൊക്കെ പെട്ടെന്ന് ക്യാരക്ടർ ആവാനും, സ്വിച്ച് ഇട്ട് കത്തുന്ന ബൾബ് പോലെ പെട്ടെന്ന് മുരുകനാവാം, പെട്ടെന്ന് ബാലനാവാം എന്നൊക്കെ ഉള്ളൊരു സാധനം വരുന്നത്
ഈ പ്രാക്ടീസ് കൊണ്ടാണ്. ഈ ചെറുപ്പം മുതൽ എപ്പോഴോ നാടകം എങ്ങനെയായിരിക്കും ഈ നാടകം എന്നൊരു ഇതിലേക്ക് മണിക്കൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവും? അതിൻ്റെതായ എന്തെങ്കിലും? സത്യത്തിൽ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ചുമ്മാ നടക്കുക എന്നുള്ള ഇതിൽ പണിക്ക് പോകാൻ പറ്റില്ല. അത് തന്നെ വേർപ്പിൻ്റെ അസുഖമാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ സിനിമ കാണല് ചെറുപ്പം മുതലുണ്ട്. നടന്മാരോടുള്ള ആരാധന ഭയങ്കരമാണ്. അവർക്ക് വേണ്ടിയിട്ട് ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരു ആരാധകനാണ്. കമൽഹാസനായാലും രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, അങ്ങനെ ഭാഷ അറിയില്ലെങ്കിലും ഹിന്ദി സിനിമകൾ കാണും. വെറുതെ ഇരുന്ന് കാണുക എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ അനുകരിക്കും അവരെ, മിമിക്രി ചെയ്യുമായിരുന്നു. അങ്ങനെ കുഞ്ഞുനാളിലെ മുതൽ ഇപ്പോൾ സുരേഷ് ഗോപിച്ചാറിൻ്റെ കമ്മീഷണറിലെ ഡയലോഗ് വളരെ ചെറിയ പ്രായത്തിൽ വെള്ളാങ്ങിൽ തെരുവ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുത്തു പറയാം ആ അമ്പലത്തിൻ്റെ പേര്. കാരണം എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഒരു വലിയ ഇന്നത്തെ അമ്പല ഉത്സവങ്ങളല്ലായിരുന്നു അന്ന് നിലത്ത് ഇരുന്ന് ഒരു വലിയ പറമ്പ് നിറച്ചു ആള് കലാഭവൻ്റെ ഗാനമേള നടക്കുമ്പോൾ അവരുടെ ഇൻ്റർവെല്ലിൽ അനൗൺസ് ചെയ്ത് ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു കൊച്ചു പയ്യൻ്റെ മിമിക്രി മാസ്റ്റർ മണികണ്ഠൻ എന്ന് പറഞ്ഞ് അപ്പം മാസ്റ്റർ മണികണ്ഠൻ വന്നിട്ട് പറയുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ ഈ മുഖം കാക്കിയിട്ടവൻ്റെ ആ ഡയലോഗ് ഒറ്റ ശ്വാസത്തിൽ പറയുമ്പോൾ ആ കൗതുകം അന്ന് കിട്ടിയ കയ്യടി പിന്നെ എനിക്ക് കിട്ടുന്നത് കമ്മട്ടിപ്പാടത്തിലാണ്. ഒരു പക്ഷെ ആ കയ്യടിയുടെ ഒരു ലഹരിയായിരിക്കും. കയ്യടിയുടെ ലഹരി തന്നെയാണ് കയ്യടികൾ തിരഞ്ഞു പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. അതെ, കൂടുതലും ഞാൻ ഇന്നാണെങ്കിലും അന്നും പണത്തിന് അന്ന് അങ്ങനെ കുട്ടിയാണ്, നമുക്ക് അന്നത്തെ കാര്യം കഴിഞ്ഞാൽ മതി, പിന്നെ വേർക്കാൻ വയ്യ. അപ്പോൾ അത് കാരണം കയ്യടി ഒരു ലഹരിയാണ്. അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ളത് അങ്ങനെയാണ് കലാകാരൻ എന്നുള്ളൊരു സാധനം നമുക്ക് കലയുണ്ടായി തുടങ്ങിയത്. പിന്നെ എൻ്റെ കുടുംബപരമായിട്ട് അച്ഛനും ചേട്ടന്മാരും അമ്മമാരും എല്ലാവരും ഞങ്ങൾ സ്വർണ്ണപ്പണിക്കാരാണ്. അത് ഒരു കലയാണ്. ഇപ്പോൾ തമിഴ് ടച്ചുള്ള ആളുകളാണ്, തമിഴ് കൾച്ചറാണ്. അപ്പോൾ വീട്ടിൽ പെണ്ണുങ്ങൾ ചേച്ചിമാരൊക്കെ കോലം വരയ്ക്കും, അതൊരു കലയാണ്. അപ്പോൾ കല എന്ന് പറഞ്ഞത് ഈ ഞങ്ങളുടെ വർഗത്തിനുണ്ട്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ബ്ലഡിലുള്ളത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ കരകാട്ടക്കാരനായിരുന്നു. കരകാട്ടം, ഈ ഉടുക്കുപാട്ട്, അങ്ങനെ ഈ മാരിയമ്മൻ, തമിഴ് സാധനങ്ങളൊക്കെ. അതെ അതെ. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഞങ്ങൾക്ക് 4 മക്കൾക്കും തന്നിട്ടുള്ളത്, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതാണ്. അപ്പോൾ അച്ഛൻ തന്നിട്ടുള്ളത് ഞങ്ങളുടെ സമ്പാദ്യം, അച്ഛൻ്റെ സമ്പാദ്യം അല്ലെങ്കിൽ സ്വത്ത്, കുടുംബ സ്വത്ത് എന്ന് പറയുന്നത് ഈ ചോരയാണ്. കലയും വിനയവും മര്യാദയും ബഹുമാനവും മറ്റുള്ളവരെ ബഹുമാനിക്കാനും സത്യസന്ധതയൊക്കെയുള്ള ഈ ചോരയാണ് അച്ഛൻ തന്നിട്ടുള്ളത്. വേറെ എന്താണ് ഒരു അച്ഛൻ മക്കൾക്ക് തരേണ്ടത്? ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അച്ഛൻ ഒന്നും തരാനില്ല. പിന്നെ നല്ല ഗർഭപാത്രം കിട്ടുക, എൻ്റെ അമ്മ സുന്ദരി അമ്മ. അതെ, പുണ്യം ചെയ്ത് ഞാനാണ് പുണ്യം ചെയ്ത് ആ അമ്മയ്ക്ക് മകനാവുക. കരച്ചിലേക്ക് പോണില്ല, എനിക്ക് കരയാൻ പെട്ടെന്ന് കരയുകയും പെട്ടെന്ന് ചിരിക്കുകയും. ഇപ്പൊ മണി കരഞ്ഞ എന്താ പ്രശ്നം ഉണ്ടാവും? ഞാനും ഇവിടെ കൂടി ഇരുന്ന് കരഞ്ഞു. ഇത് ഇങ്ങനെയൊന്നും അതായത് പ്രകടനത്തിന് വേണ്ടി ഒന്നും കരയാൻ പറ്റില്ല. ഹൃദയത്തിൽ വേദനകളുള്ളവർക്ക് കണ്ണീര് വരുള്ളൂ, അല്ലാതെ ക്യാമറ ഉള്ളതുകൊണ്ടൊന്നും കരച്ചിൽ വരില്ല. അങ്ങനെ കരയാൻ ശ്രമിച്ചാലും നടക്കില്ല. നമുക്കറിയാതെ അത് കാണുന്നവർക്ക് ഇത് പലരും കളിയാക്കും തന്നെ. എൻ്റെ കൂട്ടുകാർ തന്നെ മണിച്ചേട്ടൻ്റെ കോപ്പി അടിക്കാൻ, കലാഭവൻ മണി കോപ്പി അടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു ഡയലോഗാണ് അത്. ഒരിക്കലും ഞാൻ മണിച്ചേട്ടന് കോപ്പി അടിക്കാനല്ല, എന്തോ ഒരു സാമ്യം ജീവിതത്തിലുണ്ട്. മണിച്ചേട്ടനും മണിയേട്ടനും പാവം ഒരു സമയത്തും ക്യാമറയ്ക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഞാൻ നമുക്ക് അറിയുന്നിടത്തോളം മണിയേട്ടൻ സാധിക്കില്ല. ഇതിപ്പോ ചേച്ചി, ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഇങ്ങനെയല്ല, എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇത് ചേച്ചിനെ പൊക്കി പറയല്ല. എനിക്കിതൊരു ഇൻ്റർവ്യൂ ആയിട്ട് തോന്നണില്ല. കാഷ്വലായിട്ട് ഞാൻ സംസാരിച്ച് പോകണം, അറിയാതെ പോകണം. ഇത് സ്ക്രിപ്റ്റ് എഴുതി നമ്മൾ പഠിച്ചിട്ടിരിക്കണമല്ലല്ലോ. നമ്മളിപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ട് സിനിമയുടെ പ്രൊമോഷന് വന്ന
വന്നിട്ട് ഏറ്റവും കൂടുതൽ പറയണത് ഇപ്പോൾ വേറെ എന്തൊക്കെയോ. അങ്ങനെയാണെങ്കിൽ പ്ലാൻ ആണെങ്കിൽ നമ്മൾ ആ സിനിമയെ കുറിച്ച് മാത്രമല്ലേ പറയുള്ളൂ. സിനിമയെ കുറിച്ച് കുറച്ച് പറയണം, പിന്നെ മണിയെ കുറിച്ചും പറയണം. അതെ, ഇതിപ്പോ ആത്മാർത്ഥമായിട്ട് തോന്നണം, അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. സിനിമ അങ്ങനെയാണ് നാടകത്തിൽ എത്തുന്നത്. അങ്ങനെ നമ്മൾ ചർച്ച തുടങ്ങിയത് അതാണ്. അപ്പൊ കാലം പോകെ പഠിച്ചതെല്ലാം മറക്കും, മണ്ണിൽ ഉറച്ച വൃക്ഷം വേരറ്റ് വീഴും എന്ന് പറഞ്ഞ ഈ ഡയലോഗ് ഗുണ്ടയാണെന്നാണ് എല്ലാവരും വിചാരിക്കുള്ളൂ. നമ്മളെവിടെയെങ്കിലും ചെന്ന് പോയി കഴിഞ്ഞാൽ ഒരു അറ്റൻഷൻ ഉണ്ട്. സിനിമ കലയാണ്. എനിക്ക് ടച്ച് ചെയ്യാതെ ഭയങ്കര ആത്മാർത്ഥത തോന്നുന്നതൊക്കെ എനിക്ക് ഇത് വിരൽ വരും. സിനിമ ഭയങ്കര ഒരു അഹങ്കാരത്തിൻ്റെ ഇത് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെയൊക്കെ വരും. എനിക്ക് അഹങ്കാരം വന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പോലും സംസാരിക്കാതെ ഞാൻ ആദ്യം സാറിനെ വിളിച്ചോണ്ടിരുന്നു. ഇപ്പൊ വിജയേട്ടാന്ന് വിളിക്കാനുള്ള ബന്ധം